എല്ലാവർക്കും നമസ്കാരം. 2025 ഡിസംബർ ടേമിലെ നെറ്റ് പരീക്ഷ എഴുതിയവരുടെ പ്രൊഫഷണൽ ആൻസർ കീ നാളെ വരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കട്ട് ഓഫിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 3 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമത്തേത്, മലയാളം നെറ്റ് പഠനത്തിനായി ഇനിയും തയ്യാറെടുക്കുന്നവർക്ക് ഒരു മാർഗനിർദ്ദേശവും ലക്ഷ്യവും ആയി കട്ട് ഓഫിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, കട്ട് ഓഫ് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുന്നു. മൂന്നാമതായി, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് പരിഗണിച്ചുകൊണ്ട് അവയെ വിലയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ ഡിസംബർ പരീക്ഷയിലെ കട്ട് ഓഫിനെ എങ്ങനെ നമുക്ക് പ്രവചിക്കാം, എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള കാര്യവുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇതാണ് എന്തുകൊണ്ട് കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ അവബോധം ഉണ്ടാക്കിയിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, കട്ട് ഓഫിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നെറ്റ് വാങ്ങുക, ജെആർഎഫ് വാങ്ങുക എന്ന ലക്ഷ്യം പൂർണ്ണമാവണമെങ്കിൽ, ആ ലക്ഷ്യത്തേക്കുള്ള വഴി കൃത്യമാകണമെങ്കിൽ കട്ട് ഓഫ് എന്താണെന്നും അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നും അതിന് എത്രത്തോളം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കട്ട് ഓഫ് അറിയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തത്, നമ്മൾ പലപ്പോഴും നെറ്റ് എക്സാമിന് പരിശീലിക്കുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടാണ്. മോക്ക് ടെസ്റ്റുകൾക്ക് നമുക്ക് മാർക്ക് കിട്ടുന്നതിനെ നമ്മൾ ചിലപ്പോൾ അത്ര പരിഗണിക്കാറില്ലെന്ന് വരാം. പക്ഷേ നിശ്ചിത കട്ട് ഓഫിനെ മനസ്സിലാക്കുകയും കട്ട് ഓഫ് ഏതൊക്കെ കാലങ്ങളിൽ എത്രയൊക്കെയാണ് വന്നിട്ടുള്ളത്, ഇനി എത്ര പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കട്ട് ഓഫുമായി കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനത്തെ ഒന്നുകൂടി ക്രമപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം. മൂന്നാമതായി പ്രധാനപ്പെട്ട കാര്യം, മാർക്കിനെ കുറിച്ച് ഓർത്തുള്ള നമ്മുടെ സമ്മർദ്ദങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും 300 മാർക്കിൻ്റെ പരീക്ഷയിൽ 300 മാർക്ക് വാങ്ങിയാൽ മാത്രമേ എനിക്ക് ജെആർഎഫ് കിട്ടുമോ, എത്ര ഞാൻ വാങ്ങേണ്ടതുണ്ട്, എത്ര ഞാൻ പരിശ്രമിക്കണം എന്ന് തുടങ്ങിയ ആശങ്കയും സമ്മർദ്ദവും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് കൃത്യമായി കട്ട് ഓഫ് എന്താണെന്നും എത്രയാകുമെന്നും എന്നുള്ളതിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് കഴിഞ്ഞ 2022 ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ 2025 ജൂൺ വരെയുള്ള പരീക്ഷകളുടെ കട്ട് ഓഫിനെയാണ് ഞാൻ ഇവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം നിങ്ങൾക്ക് കഴിഞ്ഞ കാല ടേമിലെ പരീക്ഷകളുടെ കട്ട് ഓഫിനെ കുറിച്ചുള്ള അവബോധം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് കാര്യം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിഗണിക്കാം. അൺറിസർവ്ഡ് കാറ്റഗറിയും റിസർവ്ഡ് കാറ്റഗറിയും എന്ന് 2ആയിട്ട് തിരിക്കാറുണ്ട്. അൺറിസർവ്ഡ് കാറ്റഗറിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. താഴെ കാണുന്നത് OBC, EWS, SC, ST തുടങ്ങിയ റിസർവ്ഡ് കാറ്റഗറിയാണ്. 2025 ജൂൺ മാസത്തിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ജെആർഎഫ് കിട്ടാനുള്ള മാർക്കായിട്ട് വന്നിട്ടുള്ളത് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 206 മാർക്കാണ്. അതേ വർഷം 206 മാർക്കാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. നെറ്റിന് വന്നിട്ടുള്ളത് 170 മാർക്കുമാണ്. ഈ 2025 നിന്ന് നമ്മൾ പിറകോട്ടേക്ക് പോവുകയാണെങ്കിൽ 24 ഡിസംബർ മാസത്തെ പരീക്ഷ നോക്കുമ്പോൾ അതിൽ ജെആർഎഫിന് വേണ്ടി 190 മാർക്ക് വരുന്നു, നെറ്റിന് 172 മാർക്ക് വരുന്നു. അതിനും കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ 24 ജൂൺ മാസത്തിലേക്ക് നോക്കുമ്പോൾ 178 മാർക്ക് ജെആർഎഫിനും 160 മാർക്ക് നെറ്റിനും വരുന്നു. ഈ ക്രമത്തിലാണ് നെറ്റിൻ്റെയും ജെആർഎഫിൻ്റെയും മാർക്കുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ഡാറ്റയിൽ നിന്നും ചില വിലയിരുത്തലുകളിലേക്ക്, ചില നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജെആർഎഫ്, നെറ്റ്, PhD അഡ്മിഷൻ നേടാൻ ഇത് കിട്ടാനുള്ള ശരാശരി മാർക്ക് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡാറ്റ മനസ്സിലാക്കി തരുന്നു. അതിനെ പരിഗണിക്കുമ്പോൾ ഇത് ശരാശരിയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 3-4 ടേമിലെ അല്ലെങ്കിൽ 3-4 വർഷത്തെ പരീക്ഷകളെ മുന്നിൽ വെച്ചുകൊണ്ട് ജെആർഎഫിനും നെറ്റിനും എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര മാർക്ക് നാം വാങ്ങേണ്ടതുണ്ട്, എത്ര കട്ട് ഓഫ് നാം മറികടക്കേണ്ടതുണ്ട് എന്നതിന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അൺറിസർവ്ഡ് അഥവാ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എക്സാമിൻ്റെ ഒരു ശരാശരി വെച്ച് 193 മാർക്കാണ് ജെആർഎഫ് വാങ്ങാൻ വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ടേമിൽ 2025 ജൂണിൽ 206 മാർക്കാണ് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. ശരാശരിയെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു നമ്പറിലേക്ക് കൊടുത്തിട്ടുള്ളത്. അഥവാ 64% മാർക്കാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത്. ഇതിൽ നിന്നും വ്യത്യാസം വരാം കേട്ടോ, ഏകദേശമാണ് പറയുന്നത്. ഇനി
OBC വിഭാഗത്തിലാണെങ്കിൽ 181 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JRF വാങ്ങാം, അഥവാ 60%. EWS വിഭാഗത്തിലാണെങ്കിൽ 182, SC വിഭാഗത്തിലാണെങ്കിൽ 174. ഈ ഒരു കണക്കിലാണ് നിങ്ങൾക്ക് കട്ട് ഓഫിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് JRFന്റെയും നെറ്റിന്റെയും PhD അഡ്മിഷന്റെയും മാർക്കുകൾ തമ്മിലുള്ള വ്യത്യാസം, എത്ര മാർക്കിന്റെ വ്യത്യാസത്തിലാണ് അവ നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ്, JRF കിട്ടുന്നത് അല്ലെങ്കിൽ നെറ്റ് കിട്ടുന്നത് ആകെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ 6% മാത്രമാണ് നെറ്റ് കിട്ടുന്നത് എന്ന് നമുക്ക് ഡാറ്റ തെളിയിക്കുന്നുണ്ട്. അഥവാ എത്ര കുട്ടികളാണോ വിദ്യാർത്ഥികളാണോ അത്തവണ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്, അതിൻ്റെ 6% ഏകദേശം നമുക്ക് നെറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമായിട്ട് വരുന്നത്. നെറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ മാർക്കിനേക്കാൾ 7% കൂടുതൽ, അല്ലെങ്കിൽ 20 മാർക്ക് 11 ചോദ്യങ്ങൾ ശരിയാക്കിയാലാണ് ശരാശരി ഒരാൾക്ക് JRF കിട്ടുന്നത്. ഈ ഒരു ഡാറ്റ നമ്മൾ അറിഞ്ഞിരിക്കണം. അഥവാ നെറ്റ് കിട്ടിയ ഒരാളേക്കാൾ 20 മാർക്ക് ശരാശരി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് JRF വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഡാറ്റ തെളിയിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പറഞ്ഞ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ 2025 ഡിസംബറിൽ അഥവാ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2025 ജൂണിൽ അവസാനമായിട്ട് വന്നിട്ടുള്ളത് 206 മാർക്കാണ്. സ്വതവേ എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു. അതുകൊണ്ടായിരിക്കണം കട്ട് ഓഫ് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് 206 എന്നുള്ള ടോപ്പ് സംഖ്യയിൽ നിന്നത്, ഏറ്റവും ഉയർന്ന സംഖ്യയിൽ നിന്നത്. എന്നാൽ പലർക്കും, കൂടുതൽ പേർക്കും പ്രയാസമായിട്ട് സങ്കീർണമായിട്ട് തോന്നിയ 25 ഡിസംബറിലെ പരീക്ഷയ്ക്ക് നമുക്ക് കട്ട് ഓഫ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് ഒരു ഏകദേശ സംഖ്യ 196 അതിന് മുകളിലോ ആയിരിക്കും എന്ന് കാണാൻ പറ്റും. അതാണ് ഈ ഡാറ്റയെ മുൻനിർത്തിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നിഗമനം. ഇനി OBC വിഭാഗത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ടേമിൽ 2025 ജൂണിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 196 മാർക്കാണ്. ആ 196 മാർക്ക് എന്നുള്ളത് ഇത്തവണ കുറച്ച് കുറയാനാണ് സാധ്യത. കാരണം പരീക്ഷയുടെ കട്ട് ഓഫിനെ തീരുമാനിക്കുന്നതിൽ പരീക്ഷ സങ്കീർണമാണോ എളുപ്പമാണോ എന്നുള്ള ഘടകം പ്രധാനമായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് EWS കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 194 മാർക്കാണ് കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്നതെങ്കിൽ അവസാനമായി നടന്ന പരീക്ഷയിൽ നമുക്കൊരു 184 മാർക്ക് JRFന് വേണ്ടി പ്രതീക്ഷിക്കാം. അതേപോലെ SC വിഭാഗത്തിൽ 188 മാർക്കാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ വരുന്ന അഥവാ കഴിഞ്ഞ ഡിസംബർ എക്സാമിന്റെ കട്ട് ഓഫ് നാളെ നമുക്ക് അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും 180 എന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിലാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനിയാണ് തുടർന്ന് നെറ്റ് പഠിക്കുന്നവരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും നെറ്റിന്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിരുത്തി അറിഞ്ഞിരിക്കണം. അഥവാ പേപ്പർ 1 നിന്നും പേപ്പർ 2 നിന്നും നാം നേടിയെടുത്ത മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് JRFോ നെറ്റോ PhD അഡ്മിഷനോ കിട്ടുന്നത്. ഈ 2 പേപ്പറിൽ നിന്നുമായി എത്ര വീതം മാർക്കുകൾ നാം വാങ്ങേണ്ടതുണ്ട്? ഞാൻ പേപ്പർ 1 അത്രയൊന്നും എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ അത്രയൊന്നും ആഴത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ പേപ്പർ 2 ഞാൻ ഫോക്കസ് കുറെ കൂടി അധികം മാർക്ക് എനിക്ക് വാങ്ങേണ്ടി വരും. പേപ്പർ 2 എനിക്ക് ബേസ് ഇല്ല എങ്കിൽ പേപ്പർ 1 അധികം വാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു പട്ടിക, ഒരു പ്ലാനിങ് നമ്മുടെ മുമ്പിൽ ആദ്യം വേണം. അങ്ങനെ നോക്കുമ്പോൾ 3 വിധത്തിലുള്ള പ്ലാനിങ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ നമുക്ക് 80 മാർക്ക് പേപ്പർ 1 വാങ്ങാൻ പറ്റിയാൽ 80 മാർക്ക് പേപ്പർ 1 130 മാർക്ക് അഥവാ 65 ചോദ്യങ്ങൾ പേപ്പർ 2 ശരിയാക്കാൻ പറ്റിയാൽ നമുക്ക് 210 മാർക്കോടുകൂടി നിലവിലുള്ള JRF മാർക്കിന്റെ ഏറ്റവും ടോപ്പ് സ്കോറിനേക്കാളും 4 മാർക്ക് കൂടിയ 210 എന്നുള്ള ഒരു സംഖ്യ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് കൃത്യമാണെന്ന് വിചാരിക്കുന്നു. അവസാനമായി നടന്ന ഏറ്റവും ടോപ്പായിട്ട് JRFന് വന്നിട്ടുള്ള 206 എന്ന സംഖ്യയേക്കാൾ 4 മാർക്ക് കൂട്ടി 210 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ സംഖ്യയിലേക്ക് എത്തണമെങ്കിൽ പേപ്പർ 1 നിന്നും നമുക്ക് 40 ചോദ്യങ്ങൾ ശരിയാക്കി, അഥവാ 50 ക്വസ്റ്റ്യൻ ആകെയുള്ളതിൽ 40 ചോദ്യങ്ങൾ ശരിയാക്കി 80 മാർക്ക് വാങ്ങുകയും 100 ചോദ്യങ്ങൾ ഉള്ള പേപ്പർ 2 നിന്നും 65 ചോദ്യങ്ങൾ ശരിയാക്കി 130 മാർക്ക് വാങ്ങുകയും ചെയ്താൽ ആ ഒരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതാണ് ഒന്നാമത്തേത്. അഥവാ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ശരിയാക്കുന്നത് പേപ്പർ 1 എന്നർത്ഥം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പേപ്പർ 1 അതിൽ നിന്നും 5 ചോദ്യങ്ങൾ കുറച്ചാണ് നമ്മൾ ശരിയാക്കുന്നത് എന്ന് കരുതുക. 5 ചോദ്യങ്ങൾ നമ്മൾ കുറച്ച് ശരിയാക്കി പേപ്പർ 2 ആ ഒരു ഭാഗം കവർ ചെയ്തിട്ട് 70 ചോദ്യങ്ങൾ പേപ്പർ
2-ൽ ശരിയാക്കുന്നു, 35 ചോദ്യങ്ങൾ പേപ്പർ 1-ൽ ശരിയാക്കിയിട്ട് നമുക്ക് 210 എന്നുള്ള ടാർഗറ്റ് സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അടുത്തതാണ് മൂന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിൽ 60 മാർക്ക് അഥവാ 30 ചോദ്യങ്ങൾ, വളരെ കുറവ് 30 ചോദ്യങ്ങൾ മാത്രം പേപ്പർ 1-ൽ നിന്ന് ശരിയാക്കി അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ പേപ്പർ 2-ൽ നിന്ന് ശരിയാക്കി കഴിഞ്ഞാലും നമുക്ക് 210 എന്ന് പറയുന്ന ജെആർഎഫിന്റെ സംഖ്യയിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ കട്ട് ഓഫ് എത്ര വന്നിട്ടുണ്ട്, എങ്ങനെ വരുന്നു, എത്ര നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നാം പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ പഠന വഴി, സ്ട്രാറ്റജി കൃത്യമായിരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു പ്രസന്റേഷനിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ പഠനത്തിൽ ഇതൊരു നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒന്നായി വീഡിയോ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.